നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡ്രഗ് അബ്യൂസും അതിനായിട്ട് ബന്ധപ്പെട്ട സബ്സ്റ്റൻസ് അബ്യൂസ് എന്ത്, നോൺ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ത് എന്നൊക്കെ നമ്മൾ കണ്ടു. തുടർന്ന് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അഡിക്ഷൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇത് കാരണം എന്തൊക്കെ സംഭവിക്കാം എന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് തുടർന്ന് നമ്മൾ സോഷ്യൽ ഇമ്പാക്റ്റ് ഇതിൻ്റെ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിന്, അത് സൊസൈറ്റിയെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ജനറൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. മോസ്റ്റ് കോമൺ അഡിക്ഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ആൽക്കഹോളാണ് പറയുന്നത്. ആൽക്കഹോളാണ്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ മോസ്റ്റ് കോമൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ആൽക്കഹോൾ അല്ലെ, മദ്യം ആയിട്ട് ബന്ധപ്പെട്ട അല്ല ആൽക്കഹോളിക് സബ്സ്റ്റൻസ് ആണ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നിക്കോട്ടിനും പിന്നെ മരിജുവാനയൊക്കെയാണ് വരുന്നത്. അപ്പോൾ 10% ഓഫ് ദ പീപ്പിൾ ഏജ് 12 or older in the US ഹാവ് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. 12 വയസ്സിന് മുകളിലുള്ള അവിടെയുള്ളവർക്ക് എന്താണ്, കുട്ടികൾക്കെല്ലാം അവിടെ US 10% ഇതാണ് അവർ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉണ്ട്. ഇവിടെയും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കഹോളിനെ കാട്ടി കൂടുതൽ അവൈലബിൾ ആയി വരുന്നത് ബാക്കി വസ്തുക്കളാണ്. പക്ഷേ എന്നിരുന്നാലും ആൽക്കഹോൾ തന്നെയാണ് മുമ്പേ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ്, എന്തുകൊണ്ട് അഡിക്ഷൻ, വാട്ട് ആർ ദ സൈൻസ് ഓഫ് അഡിക്ഷൻ, ഒരു അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അഡിക്ഷൻ എന്തുകൊണ്ട് വന്നു എന്നാണ്. അത് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഫ്രം ഓൺ ദ സബ്സ്റ്റൻസ് ഓർ ആക്ടിവിറ്റി ഇൻ ജനറൽ. ആൻഡ് അതിനകത്ത് സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻഅബിലിറ്റി ടു സ്റ്റോപ്പ്, അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ അല്ലേ. നമ്മളൊരു കാര്യം എന്താണ് മുമ്പ് കൊള്ളാം, ആദ്യം കുഴപ്പമില്ല, രണ്ടാമത് പിന്നെയും കുഴപ്പമില്ല, മൂന്നാമത് പിന്നെയും കുഴപ്പമില്ല, പിന്നെ എന്താണ് ரொம்ப ദൂരം പോയിട്ടേ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇൻഅബിലിറ്റി ടു സ്റ്റോപ്പ്. People may use a substance or engage in harmful addictive behavior even if they want to stop അല്ലേ. ഇപ്പോൾ പുകവലിക്കുന്നതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അപ്പം അത് നിർത്തി തുടങ്ങുമ്പോൾ ആ കൈയൊക്കെ ആദ്യം വിറയ്ക്കും, ആകെ ഡിസ്ട്രസ്ഫുള്ളായി റെസ്ലെസ് ആയിട്ട് പെരുമാറും, വഴക്കുണ്ടാക്കും, ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കും. ആ നിർത്തുന്നില്ല, വിഡ്രോവൽ ബിഹേവിയർ എന്നൊക്കെ നമ്മളതിന് പറയും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേ അതൊക്കെ മാറി നോർമലൈസ് ചെയ്ത് വരുള്ളൂ. കാരണം സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അല്ലേ. അപ്പം നിർത്തണമെന്നുണ്ട്, പക്ഷെ നിർത്താൻ പറ്റും. they may have tried multiple times to reduce the substance use or behavior but can't. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ they may also lie to their loved ones about it or try to hide it. ഞാൻ നിർത്തി, ഞാൻ ഇന്ന് വലിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ ചിലടത്ത് കള്ളവും പറയും. അവർക്കും അവരെ തന്നെ സ്ട്രെസ്ഫുൾ ആക്കി നിർത്തുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കോട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് അല്ലേ. If you know that you have boarded a wrong train, then get out of the train at the immediate stop. Otherwise, the return journey will be very expensive എന്നാണ് പറയുന്നത്. എന്താണ്, നമുക്ക് ഒരു ട്രെയിനിൽ കയറി നമ്മൾ യാത്ര തുടങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലായത് തെറ്റായ യാത്രയാണ്, ഞാൻ കയറേണ്ട ട്രെയിൻ ഇതല്ല എന്ന് മനസ്സിലായാൽ ഉടനെ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ എന്നാൽ എവിടെ എത്തുന്നു അവിടെ പോയി എത്താം, എന്നാൽ ഏതൊരു എത്തുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ തിരിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അഡിക്ഷൻ്റെ. അപ്പം അങ്ങനെ തോന്നുകയാണെങ്കിൽ സീക്ക് ഹെൽപ്പ്, സഹായം അഭ്യർത്ഥിക്കുക. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മളുടെ രാജ്യത്ത് തന്നെയുണ്ട്. ഇൻക്രീസ്ഡ് ടോളറൻസ്. ഓവർ ടൈം ദേ മേ നീഡ് മോർ ഓഫ് ദ സബ്സ്റ്റൻസ് ഓർ ആക്ടിവിറ്റി ടു ഫീൽ ദ സെയിം യുഫോറിക് എഫക്ട്സ് ആസ് ദേ ഡിഡ് ബിഫോർ. അപ്പോൾ ഇതിനോട് അഡിക്റ്റഡ് ആയി വന്നാൽ പിന്നെ അയാളുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിച്ചു തുടങ്ങും. പിന്നെ ആ പ്രവൃത്തികൾ നോർമൽ ഒരാൾ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ ഒരു ഇൻടേക്ക് ആ ഒരളവിലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇൻറ്റൻസ് ഫോക്കസ് ഓൺ ദി സബ്സ്റ്റൻസ് ഓർ ആക്ടിവിറ്റി. പീപ്പിൾ വിത്ത് അഡിക്ഷൻസ് ബിക്കം പത്തോളജിക്കലി പ്രീ ഓക്യുപ്പൈഡ് വിത്ത് സബ്സ്റ്റൻസ് ഓർ ആക്ടിവിറ്റി. ഇതുമായിട്ട് ബന്ധം അഡിക്ഷൻ വരുന്ന സമയത്ത് ഈ ഡ്രഗ്സ് അതിൻ്റെ യൂസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലൊക്കെ ബന്ധപ്പെട്ട ആക്ടിവിറ്റി, അഡിക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ദേ മേ ഫീൽ ദാറ്റ് അഡിക്ഷൻ ഹാസ് ടേക്കൺ ഓവർ ദെയർ ലൈഫ് ആസ് ദേ സ്പെൻഡ് മോർ ആൻഡ് മോർ ടൈം ഇൻ ക്രേവിങ്, ഒബ്റ്റൈനിങ് ആൻഡ് തിങ്കിങ് ഓഫ് ദ സബ്ജക്റ്റ് ഓഫ് ദി അഡിക്ഷൻ. ഞാൻ ആ അഡിക്ഷൻ്റെ ആസക്തിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്രേവിങ് ഉണ്ട്, അത് കിട്ടണം, എനിക്ക് വേണം, ഞാനിതങ്ങ് എടുക്കുക എന്ന രീതിയിലേക്കൊക്കെ ഒരു അഡിക്ഷൻ ഇതിൽ വരാം. തിങ്കിങ് ഓഫ് ദി സബ്ജക്റ്റ് ഓഫ് ദി അഡിക്ഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ലാക്ക് ഓഫ് കൺട്രോൾ, ലാക്ക് ഓഫ് ടോളറൻസ്, ലാക്ക് ഓഫ് ലാക്ക് ഓഫ് കൺട്രോൾ. ഇത് ലാക്ക് ഓഫ് കൺട്രോളാണ് വരുന്നത്.
lack of control, they may feel like they have lost complete control of the substance use activity, or they often feel helpless. അല്ലേ? അപ്പം തീർന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ആ ആസക്തിക്ക് അടിമപ്പെട്ട് നിനക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. They may often feel guilty, depressed or overwhelmed by their addiction and how much it impacted their lives. അവരിൽ അത് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് എത്തിക്കുകയാണ്. അവർക്ക് തന്നെ അവരോട് വെറുപ്പ് തോന്നുന്ന, ഞാനതിൽ പെട്ടുപോയല്ലോ, എനിക്കൊന്ന് മുക്തമാകണം, പക്ഷെ പറ്റുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവസാനം അവർ ആത്മഹത്യ ചെയ്യുന്ന, എനിക്ക് പരിചയമുള്ള ഒരാൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേപോലെ അവസാനം അഡിക്റ്റഡായി, കൂടെ നിൽക്കാൻ അല്ലെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല, തിരിച്ച് ശരിയായി വരണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ആ സമയത്ത് ആ വ്യക്തിയുടെ കൂടെ, ആ വ്യക്തി സന്തോഷത്തോടെയൊക്കെ ഇരുന്ന സമയത്ത് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നോ, ഈ ഒരു അവസ്ഥയിൽ പോയി തിരിച്ച് വരണം നോക്കിയപ്പോൾ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇത് മനസ്സിലായി. അതിൻ്റെ വിഷമവും ഈ അഡിക്ഷൻ എല്ലാം കൂടിയായി അവസാനം ഒരു പോസ്റ്റിൽ കയറി ബൈക്ക് ഓട്ടിച്ച്, ഡ്രഗ്സ് എടുത്ത് ബൈക്ക് ഓട്ടിച്ച് നേരെ ചെന്നൊരു പോസ്റ്റിലടിച്ചാണ് പുള്ളി ജീവൻ കളഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടെത്തിക്കുന്നതാണ്. പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് അതും സംഭവിക്കാം. അഡിക്ഷൻ ഇമ്പാക്ട് ഓൾ ആസ്പെക്ട് ഓഫ് ദർ ലൈഫ് ഇൻക്ലൂഡിങ് ദർ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ. ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, ഒരു റിലേഷൻഷിപ്പിൽ പോലും അഡിക്ഷൻ പല രീതിയിൽ, അതൊരു അബ്യൂസീവ് റിലേഷനിലേക്ക് പോകാം, അതൊരു വിത്ഡ്രോവൽ റിലേഷനിലേക്ക് പോകാം, ഒരു നിർഗുണമായിട്ട് ഒരു ആസക്തിയിൽ ആ റിലേഷനിൽ ഒരു താല്പര്യമില്ലാതെ എങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു കലിപ്പനായിട്ടൊക്കെ നിൽക്കാം, അത് കൂടുതലായിട്ട് നിന്ന് ആ ഒരു അബ്യൂസീവ് നാർസിസ്റ്റിക് അല്ലെങ്കിൽ ടോക്സിക് ആകുന്ന രീതിയിലൊക്കെ പെരുമാറാം. ദേ മേ ഹാവ് ഇഷ്യൂസ് ഫുൾഫില്ലിങ് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക്. ഇതാണ് പ്രധാനമായിട്ടൊരു കാര്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജോലികൾ ചെയ്ത് വയ്ക്കാനുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സ്കൂളിലുണ്ട് ചെയ്യാനുണ്ടാവും, വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, കോളേജിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഡിസ്പൈറ്റ് നോയിങ് ദ ഡിട്രിമെൻ്റൽ എഫക്ട്സ് ഓഫ് ദർ അഡിക്ഷൻസ് ദാറ്റ് ആർ ഹാവിങ് ഓൺ ദം, ദേ ക്യാൻ സ്റ്റോപ്പ്. ഇതൊക്കെ ചെയ്യാനുണ്ട്, ഇതൊക്കെ ചെയ്യണമെന്നറിഞ്ഞാൽ കൂടിയും അവർ ആ നോൺ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിൽ അല്ല അതിൻ്റെ ഒരു അഡിക്ഷനിൽ വിട്ടുപോയാൽ, ഇതൊക്കെ ചെയ്യാനുണ്ട് എന്നറിഞ്ഞാൽ കൂടിയും അവരതിലൊന്നും വരാതെ ഈ അഡിക്ഷന് വേണ്ടി അവർ ക്രേവ് ആ സാധനം കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ഫുള്ളായിട്ട് ബാധിക്കും. വിഡ്രോവൽ. പീപ്പിൾ വിത്ത് അഡിക്ഷൻ മേ എക്സ്പീരിയൻസ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വിഡ്രോവൽ സിംറ്റംസ് വെൻ ദേ സ്റ്റോപ്പ് യൂസിങ്. അപ്പോൾ ഇത് നിർത്തിയാലോ, അപ്പോഴാണ് വിഡ്രോവൽ സിംറ്റം വരുന്നത്. ആൻഡ് ഇറ്റ് ഫിസിക്കൽ സിംറ്റംസ് ഇൻക്ലൂഡ് ഷേക്കിംഗ്, സ്വെറ്റിംഗ് ആൻഡ് വൊമിറ്റിംഗ്. ദേ മേ ഓൾസോ ബിക്കം ആങ്ഷ്യസ് ആൻഡ് ഇറിറ്റബിൾ. അപ്പം ഇത് നിർത്താൻ സഹായിക്കണം. അപ്പോൾ അതാണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ തൽക്കാലം കുറച്ച് വരുമ്പോൾ നമുക്ക് കാണുന്ന വിഡ്രോവൽ സിൻഡ്രംസ് കാണിക്കും. അത് കുറച്ച് ഹെൽപ്ലെസ്നെസ് ആയിരിക്കും. അത് വരുമ്പോൾ ആദ്യമൊക്കെ സഹിക്കാൻ പറ്റില്ല, പിന്നെ അത് ശരിയായി വരും. ഓക്കെ, നമ്മൾ പയ്യെ വിട്ടു വരുന്നു. അപ്പോൾ അത് ട്രെയിൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ, തെറ്റായ ട്രെയിനാണെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അപ്പോൾ ഫിസിക്കൽ സിംറ്റംസ് ഇൻക്ലൂഡ് ഷേക്കിംഗ്, അത് കൈവറയ്ക്കും അല്ലേ, കൈവറയ്ക്കും പല രീതിയിൽ. അവർ സിഗരറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യണം, ഷേക്കിംഗ്, സ്വെറ്റിംഗ്, ഭയങ്കരമായിട്ട് വേർക്കും, വൊമിറ്റ് ചെയ്യും, അങ്ങനെ ആങ്ഷ്യസ് ആകും, ഇറിറ്റബിൾ ആകും, ആകെ എന്തോ ഇറിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടാവും. അല്ലെ, ഭരതം എന്ന സിനിമയിലൊക്കെ നമുക്ക് നെടുമണി വേണുവിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം മദ്യപാന ആസക്തിയൊക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വിവാഹ ക്ഷണക്കത്ത് എഴുതാൻ ഒരു പേരെഴുതുന്ന സമയത്തിന് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് കാണാം. അപ്പോൾ അത് വിഡ്രോവൽ സിൻഡ്രോമിൻ്റെ ഒരു ഭാഗമായിട്ട്, പക്ഷേ അയാൾ വീണ്ടും അത് കുടിക്കുന്നു, പിന്നെ അയാളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നു. ആ ഒരു കാര്യം പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ മെയിനായിട്ടുള്ള കാരണം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. വാട്ട് കോസസ് അഡിക്ഷൻ ഫോർ സം സബ്സ്റ്റൻസസ് such as opioids? The withdrawal systems are so severe that they create significant motivation to continue using them. അപ്പോൾ ഇതിൻ്റെ അകത്തത് പിന്നെ വരുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞൊരു ഭാഗത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഓപ്പിയോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഒരു വിഡ്രോവൽ സിംറ്റമിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അത് എത്രയും ക്രേവിങ് അത്രയും കൂടുതലായിരിക്കും. ഇത് നിർത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും വേണം. സേഫ്റ്റി വാൽവ് ഇല്ലാത്ത കുക്കർ പോലെയാണ്, പൊട്ടിത്തെറിക്കും ഈ പറയുന്ന കാര്യങ്ങൾ. കറക്റ്റായിട്ട് വിഡ്രോവൽ സിംറ്റംസ് അതിനെ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ആസക്തിയോടുകൂടി അത് എടുക്കണമെന്ന് പറയും. അത് സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വികാരങ്ങൾ ഒരു സപ്രസ് ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ അത് തൽക്കാലത്തേക്ക് സപ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇഫ് ദർ ഈസ് നോ സേഫ്റ്റി വാൾ, അത് അടുത്രത്തോളം അടിച്ചമർത്തപ്പെടുന്നു, അത് ഭയാനകമായത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് വിഡ്രോവൽ റെഗുലേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് പോയില്ല എങ്കിൽ
വീണ്ടും they will get significant motivation to continue using them. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരാൾ തീരുമാനിച്ച് ഞാൻ എൻ്റെ മദ്യാസക്തി ഞാൻ നിർത്തുകയാണ്, മദ്യപാനം പാപമാണ്, മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ് പോകുന്നത്, വീട്ടിൽ സമാധാനമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒപ്പിയോട് ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇയാളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 ദിവസമൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ വിഡ്രോവൽ സിൻഡ്രോം തുടങ്ങി, അതൊക്കെ ആകെ മാറി. ഇനി ടെസ്റ്റാണ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഏറ്റവും പ്രധാനപ്പെട്ട അയാളുടെ വീടിൻ്റെ അടുത്തുള്ള 3 ബിവറേജ് കടകളിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇതെന്ന് പറയുമ്പം അവിടെ പോയിട്ട് കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഇയാളുടെ ആസക്തി പോയി എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? അപ്പോൾ ഇയാൾ സ്വയമേ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇയാളുടെ വീടിൻ്റെ അടുത്തുള്ള ആദ്യത്തെ മദ്യ ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ പോയാൽ കുറേ നേരം നിന്നു. അപ്പോൾ മദ്യം വെറും വെള്ളത്തിനകത്ത് എന്തൊക്കെ കലക്കി തരുന്നു, അതാണ് ഇതില്ല മദ്യം, അത് ആരോഗ്യത്തിന് നല്ലതല്ല, എന്തിനാണ് കുടിക്കുന്നത്, നമുക്ക് ജലം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിനും അവിടെ ഇരുന്നില്ല, രക്ഷപ്പെട്ടു, കുപ്പിയൊന്നും മേടിക്കാനും പോയില്ല. അത് അവിടെ നിന്ന് കടന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം അടുത്ത സ്റ്റോപ്പിൽ അവിടെ ഒരു ബിവറേജ് ഷോപ്പ്, അടുത്ത സ്ഥലത്ത്. അങ്ങനെ ആ ദിവസം 3-4 ഇടത്ത് പോയി, 4 പോയപ്പോഴും അദ്ദേഹം അവിടെ ഇരുന്നില്ല. അപ്പം ഈ മദ്യാസക്തി താൻ അതിജീവിച്ചിരിക്കുന്നു, അതിൻ്റെ സന്തോഷം ആഘോഷിക്കാനായിട്ട് തൊട്ടടുത്ത കടയിൽ നിന്നൊരു മദ്യക്കുപ്പി മേടിച്ച് വീട്ടിൽ പോയി അദ്ദേഹം ആഘോഷിച്ച് കുടിക്കുന്നു. ഇതൊരു മോട്ടിവേഷനാണ്. ക്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് മോട്ടിവേഷൻ ടു കണ്ടിന്യൂ യൂസിങ് ദം, ഇല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ഓപ്പിയോയിഡ്സിൻ്റെ കാര്യത്തിലും അത് സംഭവിക്കാം, ഇല്ലേ? അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്. ആ റെഗുലേഷൻസ് ഉണ്ട്. എനിക്കിതിൽ നിന്ന് വിമുക്തി കിട്ടി എന്ന് വിചാരിച്ച് ഇനി എൻ്റെ അടുത്തൂടെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ അത് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ അത് എന്തെങ്കിലും രീതിയിലൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോട് ഒരു എൻകൗണ്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഴയപടി തന്നെ ആകും. അത് തന്നെ അഡിക്ഷൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. പിന്നെ ജെനറ്റിക്സ് നോക്കുകയാണെങ്കിൽ സ്റ്റഡീസ് ഷോ ദാറ്റ് ജെനറ്റിക് ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ 40% to 60% അതിൻ്റെ അഡിക്ഷൻ ഉണ്ടാവാൻ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. 40 to 60% വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ പരമ്പരയാണെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഇരിക്കരുത്. അതല്ല അതിൻ്റെ കാര്യം. അങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇതിങ്ങനെയാണ്, പക്ഷേ എനിക്കിതിൽ നിന്ന് മുക്തി വേണം, ഞാനിതിൽ നിന്ന് രക്ഷപ്പെടും. എൻ്റെ അടുത്ത ജനറേഷനിൽ ഞാനായിരിക്കും തീരുമാനിക്കുന്നത് അവിടെ ഈ അഡിക്ഷൻ വേണ്ട എന്ന്. ആ രീതിയിലേക്ക് നമുക്ക് വർക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, സോ ഇഫ് യു ഹാവ് എ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ബയോളജിക്കൽ സിബ്ലിംഗ് ഓർ പാരന്റ് with a substance abuse disorder, you are more likely to develop one. Scientists are working to locate specific genes that may contribute to this vulnerability. നിങ്ങളുടെ അടുത്ത സഹോദരനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, സബ്സ്റ്റൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ആൽക്കഹോൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സബ്സ്റ്റൻസ് അബ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളും അത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടില്ല. ദേ ആർ സ്റ്റിൽ സെർച്ചിങ് ഓൺ സ്പെസിഫിക് ജീൻസ്. അത് ഏത് ജീനിനെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്വഭാവ സവിശേഷത ഇവരുപയോഗിച്ച് അടുത്ത ജനറേഷനിൽ ഇത് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൾണറബിലിറ്റിയെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 ചോയ്സസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ മദ്യപാനാസക്തിയുണ്ട്, വീട്ടിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ആകെ ഡൗണാണ്, അവിടെ ദാരിദ്ര്യമാണ്, വരുമാനങ്ങളൊന്നും വരുന്നില്ല, ആകെ പ്രശ്നമായിട്ടിരിക്കുന്നു. ഇത് കണ്ടുവരുന്ന 2 സഹോദരങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഈ അച്ഛൻ്റെ 2 മക്കൾ. ഒരാൾക്ക് നമുക്കിത് 2 രീതിയിലെടുക്കാം. ഒരാൾക്ക് പറയാണ് ഇതൊക്കെ കാരണം എനിക്കിനി ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കില്ല, അച്ഛൻ ഇതേപോലെ, അപ്പം ഞാനും ഇതേപോലെ ആവും, തീർച്ചയായിട്ടും അപ്പം എൻ്റെ കുറ്റമല്ല, അങ്ങനെ ചിന്തിക്കാം. 2, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഇതോടെ ഞാനിവിടെ നിർത്താണ്, ഇനി എൻ്റെ അടുത്ത പരമ്പരയിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മുക്തി നേടും, സമാധാനമായ അന്തരീക്ഷത്തിൽ എനിക്കും ജീവിക്കാം, എനിക്കിതിൽ നിന്നും വരാൻ, ഇതെന്നെ ബാധിക്കാതിരിക്കാനും ഞാൻ ഇത് കണ്ട് ഇതൊരു ഭയങ്കര വിപത്താണെന്ന് കണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനിത് ഉപയോഗിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കാനും സാധിക്കും. ഇപ്പോൾ 2 മനസ്ഥിതിയാണ്. അത് ആ രീതിയിൽ നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. ദർ ഇസ് എ സ്ട്രോങ് ലിങ്ക് ബിറ്റ്വീൻ addiction and mental health conditions such as depression, post-traumatic stress disorder and bipolar disorder. അല്ലേ, ഡിപ്രഷൻ വന്നാൽ അത് ഈ തൽക്കാലത്തേക്ക് ഒരു ശമനം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് കിട്ടാൻ, ഒരു വിശ്രമം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാനായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ നോൺ സബ്സ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ട്രോമ കഴിഞ്ഞിട്ട്
ഉണ്ടാകുന്ന അതിൻ്റെ ഒരു എഫക്റ്റ്, അതിൻ്റെ ഡിസോർഡറിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും. പിന്നെ ബൈപോളാർ ഡിസോർഡർ ഉള്ളവർക്ക് എക്സ്ട്രീം പേഴ്സണാലിറ്റീസാണ് പറയുക ബൈപോളാർ ഡിസോർഡേഴ്സിൽ. അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനൊക്കെ ബാധിക്കുന്നതാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആക്സസ് ടു സബ്സ്റ്റൻസ് ഈസ് particularly significant. Environment risk factors, നോക്കൂ, factors that increase the extent of exposure and opportunity for substance use include the use of substance by a member of your household or your peers, or being prescribed medication that can be misused such as opioids or stimulant. ഇത് കിട്ടാനുള്ളൊരു അന്തരീക്ഷം അല്ലേ, ഇത് അവൈലബിൾ ആകുമ്പോഴാണല്ലോ അത് കൂടുതലായിട്ട് നമുക്ക് വേണമെന്ന് തോന്നുക. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആകുമ്പോഴാണ് നമുക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കാനൊരു ത്വരയും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പം എന്താണ്, ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് ബാലൻസ്, അക്കൗണ്ടിൽ വലിയ ചലനങ്ങളോ കുലുക്കങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന് സമാധാനമായൊരു ബാങ്ക് അക്കൗണ്ട് ആവാം അല്ലേ. ഇപ്പോൾ ഗൂഗിൾ പേ വന്ന ശേഷം നമ്മുടെ കയ്യിൽ പൈസ, നമ്മളാണ് പൈസ കൊടുക്കുന്നതെന്നൊരു തോന്നലില്ലാതെയാണ് ഗൂഗിൾ പേ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. എല്ലാവരും ഇല്ല, ചിലവർ പറയുകയാണ് അപ്പോൾ അവർ ഇന്ന സാധനം കൊള്ളാം 10 രൂപ അത്രയല്ലേ ഉള്ളൂ, അങ്ങനെ ഒരു ദിവസം 10 രൂപ ഒരു 100 പ്രാവശ്യം ഒരു 20-50 പ്രാവശ്യമൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കുക ഉപയോഗിക്കുക, നമ്മളറിയില്ല അത് കുറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ അത് പ്രശ്നമാകും, പൈസ കുറഞ്ഞു വരുന്നു എന്ന് പറയാം. ഇത് വന്നതിന് ശേഷമാണ് പൈസ ഇങ്ങനെ കൂടുതൽ പോകാൻ തുടങ്ങി എന്ന രീതിയിൽ. അപ്പം എന്താണ്, നമുക്കൊരു സാധ്യത അല്ല, സാഹചര്യം അങ്ങനെ വന്നു ഇല്ലേ. അതേപോലെ തന്നെയാണ് ചില ഡ്രഗ്സിൻ്റെ ഉപയോഗം. അത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ചില സ്കൂളുകളിലൊക്കെ അവൈലബിൾ ആണ്, അടുത്ത കടയിൽ നിന്നൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിന് എക്സൈസ് ബോക്സൊക്കെ സ്ഥാപിക്കണമെന്നാണ് പല സ്കൂളുകൾ, പഞ്ചായത്ത് ജാഗ്രതാ സമിതികളിലൊക്കെ തീരുമാനം വരുന്നത്. പിന്നെ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും അതും ഈ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് നയിക്കുന്ന ഓൾസോ പ്ലേ എ റോൾ. ACEs are stressful and traumatic events during childhood. അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, അത് കുട്ടികളെ വളർന്നു വരുമ്പോൾ അവർ ആ സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ഒരു ബാല്യകാലത്തല്ലേ കുട്ടികൾ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊക്കെ കുട്ടികൾ അങ്ങനെ വരും. കുട്ടിക്കാലത്ത് അവർ ഫേസ് ചെയ്യേണ്ടി വന്ന ട്രോമ, നെഗ്ലക്റ്റ്, ഇതൊക്കെ ഇവരുടെ ഇത് ഉപയോഗിക്കാനായിട്ട് എത്തിക്കും. പിയർ പ്രഷറൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അത് സ്ട്രോങ്ലി റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ത്രൂഔട്ട് എ പേഴ്സൺസ് ലൈഫ് സ്പാൻ ഇൻക്ലൂഡിങ് അഡിക്ഷൻ. പിന്നെ കീ ടേക്ക് ഹോം ഫാക്ട്സ് ഇതാണ്, അത് ശരിക്കും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. നോ സിംഗിൾ ഫാക്ടർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് എ കോൺട്രിബ്യൂട്ടർ ടു സബ്സ്റ്റൻസ് യൂസ് ഇൻ സൊസൈറ്റി. AC അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, ബാല്യകാലത്തുള്ള ദുരനുഭവങ്ങൾ, പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒറ്റ ഫാക്ടർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മൾട്ടിപ്ലൈബിൾ ഫാക്ടേഴ്സ് ഇൻ്റർപ്ലൈ ഈച്ച് അതർ. പല ഫാക്ടേഴ്സ് എല്ലാം കൂടി കോറിലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരാളുടെയൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടാവാൻ സാധിച്ചത് ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് കോർത്തിണങ്ങുമ്പോഴാണ് ഈ അഡിക്ഷൻ സംഭവിക്കുന്നത്. അഡോളസൻസ് ആർ മോർ പ്രോൺ ടു സബ്സ്റ്റൻസ് യൂസ്. അതുകൊണ്ടാണ് ഈ യുവാക്കൾക്കൊക്കെ നമുക്ക് ലഹരി വിമുക്ത അല്ലെങ്കിൽ ലഹരി വിരുദ്ധ അവബോധ ക്ലാസ്സുകളൊക്കെ അവർക്ക് കൊടുക്കാൻ കാരണം, അവരിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ കാരണം ഈ പറയുന്ന കാരണം. അഡോളസൻസ് ആർ മോർ പ്രോൺ ടു സബ്സ്റ്റൻസ് യൂസ് എന്നാണ് പറയുന്നത്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ നോക്കി, പ്രോൺ ടു സബ്സ്റ്റൻസ് യൂസ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, മെൻ്റൽ ഇഷ്യൂസ്, environmental issues contribute significantly, making one prey to substance abuse. Family discords, community acceptance, failures in lives and academic, peer pressure, ganging are some of the prime reason which propel individuals to resort to substance use. അല്ലേ, ഫാമിലി, കുടുംബാന്തരീക്ഷം, കമ്മ്യൂണിറ്റിയിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ, പിന്നെ പരാജയം, തോൽവി, അക്കാഡമിക തലത്തിൽ തോൽവി, ഗാങ്ങിങ്, ഒരു ഗ്രൂപ്പ് ഗാങ്ങിൽ പെടുക അല്ലേ, എടാ മോനെ 2 സാധനം എടുക്ക്, ആ രീതിയിലുള്ള ഒരു രീതിയിലേക്ക്, ആ ഒരു ഗാങ്കിങ്ങിലേക്ക് വരിക, ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിൽ ചേരുക, അവർ പറയുന്ന കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ കൂടുതൽ നിൽക്കുക, അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. പിന്നെ അപ്പം എന്താണ്, ചില കാര്യം ഇറ്റ് ഈസ് എൻ ഹാർഡ്ലെസ് എസ്കേപ്പിസം എന്ന് പറയാം. ഒരു ഒളിച്ചോടലാണത് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ തോറ്റു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രഗ്സ് ഇതൊക്കെ ഉപയോഗിച്ച് വേറെ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയിലേക്കാണ്. However, it needs to be kept in mind that substance use is a reflection of poor personality and strong willpower can enable an individual to get out of its grip. അല്ലേ, ഒരു വ്യക്തിത്വം ഇല്ലായ്മയിൽ നിന്നും, ഒരു ഐഡൻറ്റിറ്റി ഇല്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെ എത്തപ്പെടുന്നത്.
അത് എത്തപ്പെട്ടു, പക്ഷെ അതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് എ സ്ട്രോങ് വിൽ പവർ. പുറത്ത് വരണമെന്ന് തോന്നണം, ഐ വോണ്ട് ടു സീക്ക് ഹെൽപ്പ് എന്ന് തോന്നണമെങ്കിൽ സ്ട്രോങ് വിൽ പവർ നമുക്കുണ്ടായിരിക്കണം. അതില്ലാതെ എന്താണ്, വി കനോട്ട് ഹെൽപ്പ് ദം, അല്ലേ? ഒരു വിൽ പവർ ഇല്ലാതെ നമുക്ക് ഒരു ആദ്യത്തെ പടി ചുവട് ഇതിൽ നിന്നും പുറത്ത് വരാനായിട്ട്, ഈ മുക്തിയിലേക്ക് ഒരു ചവിട്ടുപടിയെ ആദ്യത്തെ പടി വയ്ക്കണമെങ്കിൽ നല്ലൊരു വിൽ പവർ നമുക്ക് ആദ്യം വേണം. എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. Adolescent needs to realize that it is not substance that make them their servants, but it is the individual strong self-confidence and determination that can help them to fight against the substance. അല്ലേ? ഈ ലഹരി വസ്തുക്കൾ അടിമപ്പെടാതെ തന്നെ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ആകെ കൂടി അതിൽ നിന്നുമാണ് ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത്, അതാണ് എനിക്ക് വിജയത്തെ നൽകേണ്ടത് എന്ന് അഡോളസൻസ് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് അഡിക്ഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അഡിക്ഷനിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. തുടർന്ന് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ സബ്സ്റ്റൻസ് അഡിക്ഷൻ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കോമൺ അഡിക്ഷൻ ഏതാണ്? പൊതുവേ പറയാം, ഇന്ത്യയിലാണെങ്കിൽ ചോദിച്ചാൽ കൂടിയും നമുക്ക് പറയാൻ കഴിയുന്നത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ആണ് മോസ്റ്റ് കോമൺ സബ്സ്റ്റൻസ് അഡിക്ഷൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കൂടിയാൽ കൂടിയും ആൽക്കഹോളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈൻ ഓഫ് അഡിക്ഷൻ? അബിലിറ്റി ടു കൺട്രോൾ സബ്സ്റ്റൻസ് യൂസ്, ഇനബിലിറ്റി ടു സ്റ്റോപ്പ് യൂസിങ് എ സബ്സ്റ്റൻസ് ഡിസ്പൈറ്റ് ട്രൈയിങ്, നോ ഇമ്പാക്റ്റ് ഓൺ പേഴ്സണൽ ലൈഫ്, റെഡ്യൂസ്ഡ് ടോളറൻസ് ഓവർ ടൈം. ഏതാണ്? ഇൻഅബിലിറ്റി ടു സ്റ്റോപ്പ് യൂസിങ് എ സബ്സ്റ്റൻസ് ഡിസ്പൈറ്റ് ട്രൈയിങ്, അല്ലേ? ദാറ്റ് ഈസ് എ സൈൻ ഓഫ് അഡിക്ഷൻ. പിന്നെ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ സിംറ്റം ഓഫ് അഡിക്ഷൻ? നോട്ട് എ കോമൺ സിംറ്റം ഓഫ് അഡിക്ഷൻ ഏതാണ്? ഇൻക്രീസ്ഡ് ടോളറൻസ്, ഇൻറ്റൻസ് ഫോക്കസ് ഓൺ ദ സബ്സ്റ്റൻസ്, ഇംപ്രൂവ്ഡ് ഹെൽത്ത്, വിത്ഡ്രോവൽ സിംറ്റംസ്. ഏതാണ്? ഇംപ്രൂവ്ഡ് ഹെൽത്ത് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ കോമൺ സിംറ്റം ഓഫ് അഡിക്ഷൻ. ഒരു അഡിക്ഷനിലേക്ക് വന്നപ്പോൾ ഒരാളുടെ ആരോഗ്യം നന്നായി എന്ന് കാണാൻ സാധിക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് അഡിക്ഷൻ റിസ്ക് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ജനറ്റിക് ഫാക്ടേഴ്സ്? ജനറ്റിക് ഫാക്ടേഴ്സിൽ എത്ര ശതമാനത്തോളം അഡിക്ഷൻ വരാമെന്ന് കണ്ടെത്താൻ സാധിക്കും? 40 to 60% ആണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് അഡിക്ഷൻ? സ്ട്രിക്റ്റ് ഫാമിലി റൂൾസ്, പിയർ സബ്സ്റ്റൻസ് യൂസ്, ലാക്ക് ഓഫ് എക്സ്പോഷർ ടു സബ്സ്റ്റൻസ്, സ്റ്റേബിൾ മെൻ്റൽ ഹെൽത്ത്. ഏതാണ്? പിയർ സബ്സ്റ്റൻസ് യൂസ്, അല്ലേ? കൂട്ടുകാരെ അവരൊക്കെ ഉപയോഗിക്കുകയാണ്, അവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കാതെ നിൽക്കുകയാണെങ്കിൽ എന്നെ നീ ഒരു ആൺകുട്ടിയാണോ, അയ്യേ ഇതൊക്കെ എന്തോ ഒരു മപ്പൻ എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കുന്ന ഈ ഒരു രീതിയാണ്. അപ്പോൾ പിയർ പ്രഷർ കാരണം ഉപയോഗിക്കാൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ കോമൺ വിഡ്രോവൽ സിംറ്റം ഇൻ ഇൻഡിവിജ്വൽ സഫറിങ് ഫ്രം അഡിക്ഷൻ? ഇൻഡിവിജ്വൽ സഫറിങ് ഫ്രം അഡിക്ഷൻ എന്താണ് കോമൺ വിഡ്രോവൽ സിംറ്റം കാണാൻ പറ്റുന്നത്? ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, യുഫോറിയ, സ്വെറ്റിംഗ് ആൻഡ് ഷേക്കിംഗ്, എൻഹാൻസ്ഡ് ഫോക്കസ്. സ്വെറ്റിംഗ് ആൻഡ് ഷേക്കിംഗ് ഇതാണ് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ is strongly linked to addiction? ബൈപോളാർ ഡിസോർഡർ, OCD, സ്കീസോഫ്രീനിയ, ഓട്ടിസം. ഏതാണ്? ബൈപോളാർ ഡിസോർഡർ ആണ്. ഇറ്റ് സ്ട്രോങ്ലി ലിങ്ക് ടു അഡിക്ഷൻ. അഡിക്ഷനുമായിട്ട് സ്ട്രോങ്ലി ലിങ്ക് ചെയ്തിരിക്കുന്നത് ബൈപോളാർ ഡിസോർഡർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് അഡിക്ഷൻ ഇൻ അഡോളസെൻറ്റ്? സ്ട്രോങ് ഫാമിലി ബോൺസ്, ആക്സസ് ടു സബ്സ്റ്റൻസ്, ഹൈ അക്കാഡമിക് സക്സസ്, ലാക്ക് ഓഫ് പിയർ പ്രഷർ. ഏതാണ്? ആക്സസ് ടു സബ്സ്റ്റൻസ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ റിസ്ക് ടു ദി അഡിക്ഷൻ ഇൻ അഡോളസെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടേം ഓഫ് ഇൻക്രീസ്ഡ് സബ്സ്റ്റൻസ് യൂസ് ടു അച്ചീവ് ദി സെയിം എഫക്റ്റ്? വിഡ്രോവൽ, റിലാപ്സ്, ടോളറൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ടോളറൻസ് ആണ് ഇവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് അല്ലാത്തത് എന്നാണ് ചോദിക്കുക. വാച്ചിങ് മൂവീസ്, അല്ലേ? സിനിമ കാണുന്ന ഒരു അഡിക്ഷൻ ആണോ? അത് ഇറ്റ് ഡിപ്പെൻസ്, അല്ലേ? അപ്പോൾ എപ്പോഴും സിനിമ മാത്രം അത് അഡിക്ഷൻ അല്ല. ഇടയ്ക്കൊക്കെ സിനിമ കണ്ടു എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് സാധാരണ അഡിക്ഷനായിട്ട് കാണപ്പെടുന്ന, ഷോപ്പിംഗ് അഡിക്ഷനായിട്ട് വരാം, ഗാംബ്ലിംഗ് വരാം. സിനിമ ഇപ്പോൾ കാണുന്നതായിട്ട് അത് വലിയൊരു അഡിക്ഷനായിട്ട് കണ്ടുവരുന്നില്ല, അല്ലേ? അപ്പോൾ പല ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക, അത് ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. വാച്ചിങ് മൂവീസ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ ബിഹേവിയറൽ അഡിക്ഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ? മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അഡിക്ഷൻ. എന്താണ്? അഡിക്ഷനാണ് വരുന്നത് പ്രധാനമായിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസിൽ കണ്ടതാണത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡേഴ്സ് ആൻ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ടിംഗ് ടു അഡിക്ഷൻ? ഹെൽത്തി ഫാമിലി, സ്റ്റേബിൾ ഫിനാൻഷ്യൽ, പാരന്റ് നെഗ്ലക്റ്റ് ഓർ അബ്യൂസ്, പോസിറ്റീവ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്. ഇതായിരിക്കില്ല എൻ്റെ ഓപ്ഷനായിട്ട് വരിക, പല ഡിഫിക്കൽട്ടായ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? പാരൻ്റൽ നെഗ്ലക്റ്റ് ഓർ അബ്യൂസ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അല്ലെ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച ചൈൽഡ് ഡെലിക്വൻസിയും JJ ആക്ടിലെ അതിൽ പ്രധാനപ്പെട്ട ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനിൽ വരുന്ന കാറ്റഗറിയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which factor is identified as having the most significant influence on addiction development? Willpower, genetics, diet and physical exercise. Genetics എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനിതകമായ കാരണങ്ങൾ കൊണ്ടാണ് അഡിക്ഷൻ ഉണ്ടാവുക. അതിൽ ആ ഓപ്ഷനിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ കോമൺ ഇമ്പാക്റ്റ് ഓഫ് അഡിക്ഷൻ ഓൺ പേഴ്സണൽ ലൈഫ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ്ഡ് ഫിസിക്കൽ ഹെൽത്ത്, ഡിസ്റപ്റ്റഡ് റിലേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എൻഹാൻസ്ഡ് മെൻ്റൽ ഹെൽത്ത്. ഏതാ വരുന്നത്? ഡിസ്റപ്റ്റഡ് റിലേഷൻഷിപ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് best describe the role of willpower in addiction recovery? Addiction is only caused by lack of willpower. Strong willpower alone can always end addiction. Willpower plays a role, but addiction is also influenced by other factors like genetics and mental health. Willpower has no influence on addiction recovery. ഏതാണ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എന്ന് പറയുന്നത്? willpower plays a role അല്ലേ, but addiction is also influenced by other factors like genetics and mental health. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which substance is responsible for the second most common addiction in US? Nicotine, cocaine, cannabis and alcohol. ഏതാണ്? നിക്കോട്ടിൻ ആണ് വരുന്നത്. സ്മോക്കിംഗ് സബ്സ്റ്റൻസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a potential long-term effect of substance abuse? Improved heart health, decreased lung capacity, increased appetite, enhanced mental clarity. ഏതാണ്? Decreased lung capacity. What is the key reason people with opioid addiction continue to use the substance? Lack of availability, pleasant taste, severe withdrawal symptoms, strong family support. ഇതാണ് സിവിയർ വിഡ്രോവൽ സിംറ്റംസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ ദാറ്റ് ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് അഡിക്ഷൻ? ജനറ്റിക്സ്, mental health condition, access to substance, strong social support system. Not a factor that increase risk of addiction. ഏതാണ് വരുന്നത്? സ്ട്രോങ് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം. സ്ട്രോങ് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അതാണ് ഈ അഡിക്ഷൻ്റെ കാര്യങ്ങൾ വരില്ല, അല്ലെ അതിന് തടയാൻ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കീ ടേക്ക് അവേ അബൌട്ട് ദ കോസസ് ഓഫ് അഡിക്ഷൻ? ഇതിൽ ഈ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോസ് ഏതെന്നാണ് പറയുന്നത്. Only genetic cause addiction. Only environmental factors cause addiction. Addiction is caused by combination of genetic, environmental, mental health factors. Addiction is solely due to weak willpower. അപ്പം കീ ടേക്ക് അവേ എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ സി ആണ്. അഡിക്ഷൻ ഈസ് കോസ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ജനറ്റിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? Alcohol use disorder is the most common substance addiction in the United States. Addiction only affects an individual's physical health, not their mental health or relationship. Increased tolerance means that a person needs more of the substance to feel the same effect. അപ്പോൾ ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻഡ് ഏതാണ് നമുക്കറിയാം, 1 and 3 ആ വരുന്നത്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ മോസ്റ്റ് കോമൺ in US ആയിട്ട് പറയുന്നു. ഇൻക്രീസ്ഡ് ടോളറൻസ് മീൻസ് ദാറ്റ് എ പേഴ്സൺ നീഡ്സ് മോർ ഓഫ് ദ സബ്സ്റ്റൻസ് ടു ഫീൽ ദി സെയിം എഫക്റ്റ്. പിന്നെ അഡിക്ഷൻ ഒൺലി എഫക്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തിനെ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കും അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? Peer pressure, peer substance use is an environmental factor that increases the risk of addiction. Yes, behavioral addictions such as gambling disorders affect the brain reward system in a similar way as substance addiction. Brain's reward center എന്നാണ് mesolimbic dopamine system. Okay, but tolerance decreases over time, making it easier to quit the substance. അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1 and 2 ആണ്. ആൻസർ വരുന്നത് 1 and 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അപ്പോൾ ജനറ്റിക് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു പേഴ്സൺസ് ലൈക്ലിഹുഡ് ഓഫ് ഡെവലപ്പിംഗ് അഡിക്ഷൻ. ഓക്കെ, കറക്റ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് സച്ച് ആസ് ഡിപ്രഷൻ ആൻഡ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഹാവ് നോ ലിങ്ക് ഇൻ അഡിക്ഷൻ. Withdrawal symptoms can include physical effects like shaking, sweating and vomiting. ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരുന്നത് ഏതാണ്?
സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അഡിക്ഷൻ പ്രൈമർലി അഫക്ട് ഓൾഡർ അഡൾട്ട്സ് ആൻഡ് അഡോളസൻസ് ആർ റെയർലി അറ്റ് റിസ്ക്. ആണോ? അങ്ങനെയല്ല. സ്ട്രോങ് വിൽ പവർ അലോൺ ഇസ് നോട്ട് ഓൾവേസ് സഫിഷ്യൻറ്റ് ടു ഓവർകം അഡിക്ഷൻ ആസ് ദ ഫാക്ടേഴ്സ് ലൈക്ക് ജനറ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ഓൾസോ പ്ലേ റോൾ. ഓക്കെ, അത് കറക്റ്റാണ്. വിത്ഡ്രോവൽ സിംറ്റംസ് ക്യാൻ ഇൻക്ലൂഡ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എഫക്ട്സ്. യെസ്. അപ്പോൾ ഇവിടെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2 and 3 ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ആക്സസ് ടു സബ്സ്റ്റൻസ് ഇൻ ദി ഹൗസ് ഹോൾഡ് ഓർ ഫ്രം പിയർ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് addiction. Yes. Nicotine, second most addiction in the United States after alcohol. People with addiction may continue using substance even if they want to stop. Yes. അപ്പോൾ ഇത് 3 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾ ഓഫ് ദം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് അഡിക്ഷൻ്റെ ഇമ്പാക്റ്റ്. എന്തുകൊണ്ട് ആസക്തി ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്, അഡിക്ഷൻ ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. തുടർന്നുള്ള ക്ലാസ്സിൽ ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, സാമൂഹികപരമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. അതിലെല്ലാവർക്കും താങ്ക് യു സോ മച്ച്.